നേമത്ത് വോട്ട് കച്ചവടം നടത്തിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ജെഡിയു. തോൽവിയുടെ കാരണങ്ങൾ വിശദീകരിക്കുന്ന കെപിസിസി റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കണമെന്നും ജെഡിയു സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പത്തനംതിട്ടയിൽ ആവശ്യപ്പെട്ടു. പാലക്കാട്ടെ തോൽവി സംബന്ധിച്ച റിപ്പോർട്ടിന്റെ ഗതി നേമത്തെ തോൽവി സംബന്ധിച്ച റിപ്പോർട്ടിൽ സംഭവിക്കരുതെന്നും ജെഡിയു സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി അന്വേഷിക്കാൻ കെപിസിസി നിയോഗിച്ച ഉപസമിതി നേമത്തെ തോൽവി സംബന്ധിച്ച് നൽകിയ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു. നേമത്ത് കോൺഗ്രസ് നേതാക്കൾ വോട്ട് കച്ചവടം നടത്തിയതായും യുഡിഎഫിനെ രാഷ്ട്രീയമായി വഞ്ചിച്ചതായും റിപ്പോർട്ടിലുള്ള പരാമർശങ്ങൾ ഗൗരവമുള്ളതാണെന്ന് വർഗീസ് ജോർജ് പറഞ്ഞു. തോൽവിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കെപിസിസി നേതൃത്വത്തിന് മാറി നിൽക്കാനാവില്ലെന്നും വർഗീസ് ജോർജ് പറഞ്ഞു. ബിജെപിക്ക് നിയമസഭയിൽ കടന്നു വരാനിടയായ സാഹചര്യം സൃഷ്ടിച്ച ഈ കോൺഗ്രസ് നേതാക്കൾ പൊറുക്കാനാവാത്ത കുറ്റമാണ് ചെയ്തതെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഒരു രാഷ്ട്രീയ വഞ്ചനയെന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിലും പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ അനുഭവമല്ല. പക്ഷേ ഞങ്ങൾ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ കുറ്റം പറഞ്ഞിരുന്നില്ല. ഒരു പരാജയം രാഷ്ട്രീയമായ പരാജയമാണ്. കോൺഗ്രസിൻ്റെയോ മറ്റ് ഘടകകക്ഷികളുടെയോ ഒരു കുറ്റമൊന്നും ഞങ്ങൾ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ള സംഭവങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുമ്പോൾ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിസന്ധിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ തോൽവിയെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ടിന്മേൽ യഥാസമയം നടപടിയെടുത്തിരുന്നെങ്കിൽ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലായിരുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് സീറ്റ് ആവശ്യപ്പെടുമെന്നും പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ ഇനി മത്സരിക്കില്ലെന്നും വർഗീസ് ജോർജ് വ്യക്തമാക്കി. വോട്ട് കച്ചവടം എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ അടിയന്തരമായി ചർച്ച വേണമെന്നും വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, പത്തനംതിട്ട.